ബീഹാർ മുഖ്യമന്ത്രിയായി സമ്രാട് ചൌധരി സത്യപ്രതിജ്ഞ ചെയ്തു. ബീഹാറിന്റെ ചരിത്രത്തിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയാണ് സമ്രാട് ചൌധരി. 2 ഉപമുഖ്യമന്ത്രിമാരും ചുമതലയേറ്റു. വിജയ്കുമാർ ചൌധരിയും ബ്രിജേന്ദ്ര പ്രസാദ് യാദവും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യസഭാംഗമായതിനെ തുടർന്ന് നിതീഷ് കുമാർ ഇന്നലെ മുഖ്യമന്ത്രി പദം രാജിവെച്ചിരുന്നു. सम्राट चौधरी ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, അങ്ങനെ ബീഹാറിൽ ഒരു BJP മുഖ്യമന്ത്രി എത്തുന്നു. കാലങ്ങളായി BJP നടത്തിക്കൊണ്ടിരുന്ന ശ്രമങ്ങൾക്കൊടുവിൽ സത്യപ്രതിജ്ഞയും ചെയ്തിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, ഒടുവിൽ ഹിന്ദി ഹൃദയഭൂമിയിലെ മറ്റൊരു സംസ്ഥാനത്ത് കൂടി BJPയുടെ മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമ്രാട് ചൌധരി ഇപ്പോൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. സമ്രാട് ചൌധരിക്കൊപ്പം JDUവിൽ നിന്നുള്ള 2 ഉപമുഖ്യമന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ബ്രിജേന്ദ്ര പ്രസാദ് യാദവും വിജയ്കുമാർ ചൌധരി, ഇവർ രണ്ടുപേരും നിതീഷ് കുമാറിന്റെ ഉറ്റ ചങ്ങാതികളാണ്, വിശ്വസ്തരാണ്. സയ്യിദ് ഹസ്നൈന ഗവർണറാണ്. ഇവർക്കെല്ലാം തന്നെ സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഇന്നലെയാണ് അവസാനത്തെ മന്ത്രിസഭാ യോഗം നിതീഷ് കുമാർ നേതൃത്വത്തിൽ ചേർന്നത്. പിന്നാലെയാണ് BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്രാട് ചൌധരിയെ പാർലമെന്ററി പാർട്ടി ലീഡറായും മുഖ്യമന്ത്രിയായും തിരഞ്ഞെടുക്കുന്ന സാഹചര്യമുണ്ടായത്. ഈ മാസം 10-ാം തീയതിയാണ് രാജ്യസഭാ അംഗമായിട്ട് നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. അതിന് പിന്നാലെ BJPയുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അതിന് ശേഷമാണ് തുടർ ചർച്ചകൾ, ദില്ലി വരെ ആ ചർച്ചകൾ നീണ്ടു. ഒടുവിലാണ് സമ്രാട് ചൌധരി ബീഹാറിന്റെ മുൻ BJP സംസ്ഥാന അധ്യക്ഷനെ തന്നെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചത്. സമ്രാട് ചൌധരിക്ക് ബീഹാർ രാഷ്ട്രീയവുമായിട്ട് ഇഴകിച്ചേർന്നിട്ടുള്ള പരിചയം, ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ടുള്ള അടുത്ത ബന്ധമൊക്കെയാണ് സമ്രാട് ചൌധരി എന്നൊരൊറ്റ പേരിലേക്ക് തന്നെ എത്തിയത്. എന്തായാലും JDUവിന്റെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നിതീഷ് കുമാർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 20 വർഷക്കാലമായി നിതീഷ് കുമാറിന് അപ്പുറത്തേക്ക് മറ്റൊരു പേര് ബീഹാർ രാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്നു. അത്രമാത്രം വൈദഗ്ധ്യമുള്ള ആൾ മാറി നിൽക്കുന്നത് എന്താണെന്നും ഈ BJPക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുന്ന കാര്യത്തിലടക്കം വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. JDUവിന്റെ ഓഫീസിലേക്ക് പ്രവർത്തകർ പോലും പ്രതിഷേധവുമായി പോകുന്ന സാഹചര്യത്തിനുണ്ടായിരുന്നു. ശരി, അങ്ങനെ ബീഹാറിൽ BJP മുഖ്യമന്ത്രിയായ സമ്രാട് ചൌധരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്.